എന്താണ് എനിക്കൂടെ കാര്യം? ആമിനാനെ ഒന്ന് കാണണം. എന്താക്കാനാ? കോളോടിച്ചിട്ട് കാര്യം പറയണ്ട്. അന്റെ അനുസം വർത്താനം പറഞ്ഞ് മയക്കിട്ട് ഓളിവിടെ ചാവാൻ നിൽക്കുക. പുറത്ത് കാത്തുന്നാ മതി, മയ്യത്ത് കൊണ്ടുപോകുമ്പോ കാണാനക്ക്. പെണ്ണാണോന്ന് നമ്മള് നോക്കൂല, ചാവട്ടി മോറി നമ്മള് കളിക്കും. ഇറങ്ങി പോടി വരുമ്പോട്ടോളെ. കെട്ടിച്ചയച്ച പെണ്ണിനെ കക്കാൻ വന്നിരിക്കുന്ന ഹിമാറുകള്, ഇസ്ലാമിന്റെ മാനം കെടുത്താൻ പറയുന്ന നായിന്റെ മക്കള്. ഇസ്ലാമിന്റെ ഇസത്ത് കാട്ടണ പെരുത്ത് കൂലുള്ള കാര്യങ്ങളല്ലേ മടപ്പുള്ളിക്കാര് ചെയ്തിക്കണത്? കൊല്ലും കൊലയും കള്ളക്കേസ് നടത്തി ബീമ്പ് കാട്ടിയതും പെണ്ണിന്റെ കബൂല് കേക്കാണ്ട് കെട്ടിച്ചയച്ചതും ഇസ്ലാമിന്റെ മാനം പെരുത്ത് പോക്കണ കാര്യങ്ങളായിരുന്നല്ല. പുറത്താക്കണോളെ. മടപ്പുള്ളിയിലെ ഉപ്പും ചോറും തന്ന ബായുണ്ട് മൂത്ത് കാറ് തുപ്പണ്ടാന്ന് വെച്ചിട്ടാ ഈ പൊരയിൽ പൊറക്കാൻ വന്നതല്ല. എന്റെ അബ്ദുവിനെ ഇങ്ങടെ ആമിനാനും വേണ്ടെന്ന് പറയാൻ വന്നതോ? ഇനിയും പടച്ചോ നിശ്ചയിച്ചാലും മൊയ്തൊട്ടി മൊയ് ചൊല്ലിയാലും ഓനോളെ വേണ്ട വേണ്ടെന്നും പറഞ്ഞയച്ച അത് ഓന് വേണ്ടിട്ട് ചാവാൻ നിൽക്കണോളോടുകൂടി ഒന്ന് പറയണം. തല്ലിയാലും കൊന്നാലും ആമിനെ കണ്ടിട്ടേ സുബൈദ ഇവിടുന്ന് പോവുള്ളൂ. മാറടാ ബൈന്ന് ഓട് പോട്ടെ. അന്നെ കാണാൻ ആരാ വന്നിരിക്കണ? വേണ്ട, ആരും കാണണ്ട. ആമിന, എന്റെ സുബൈദാത്ത വന്നിരിക്കണേ. കന്നോട് കുറച്ച് വർത്താനം പറയണം. വാതിലോർക്ക്, വാതിലോർക്കാൻ. അബ്ദുൽ ഹലാലി ഇല്ലല്ലാഹി അത്വലാഖ്. അതായത് അനുവദിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും നിന്ദ്യമായതാണ് തലാഖ്. അതുപോലെ തന്നെയാണ് ഫസഹും. അത് ന്യായായ വഴിക്ക് അല്ലെങ്കിൽ പൊരയിൽ വെച്ചായാൽ ആ പൊര പൊളിഞ്ഞു വീഴും. മരത്തിന്റെ ചൂട്ടിലായാല് ആ മരം കത്തിപ്പോവും. കിണറ്റിന്റെ കരയിൽ വെച്ചായാല് ആ കിണറ്റിലെ വെള്ളം മുഴുവന് പറ്റിപ്പോവും. എന്നാലും അത് നമ്മുടെ സമുദായം അംഗീകരിച്ചതല്ലേ മൊയ്ലാരെ? തന്നെ മനസ്സുകൾ ഒത്തുചേരാത്ത മനുഷ്യന്മാർ ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല. അങ്ങനെ ജീവിക്കുന്നത് ഒരു ജീവിതമല്ല. അവിടെയാണ് കൊല്ലും കൊലയും ലഹളയൊക്കെ നടക്കുന്നത്. അങ്ങനെയുള്ള വലിയ വലിയ പാവങ്ങൾ ഒഴിവാക്കാനാണ് തലാഖ് പോലുള്ള വിധികൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. നബി തിരുമേനിയുടെ അജത്തുൽ വദാഹ്, അതായത് വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളോട് വളരെയധികം മാന്യമായി പെരുമാറണം എന്നാണ്. വിധവയായാലും കന്യകയായാലും ഓളെ കബൂല് കേൾക്കാണ്ട് നിക്കാഹ് നടത്തി കൊടുക്കാൻ പാടില്ല. അത് ചേക്കുട്ടി തെറ്റിച്ചിരിക്കണേ. ഓളെ സമ്മതം ചോദിക്കാണ്ടാണ് ആചാർക്ക് പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തത്. അതുകൊണ്ട് ഈ നിക്കാഹ് ഹലാലല്ല. പക്കെങ്കിൽ കബൂല് മൂളിയിട്ടില്ല എന്നോള് നമ്മുടെ മുമ്പിൽ പറയണം. പെണ്ണിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് സമുദായം പസക്ക് അനുവദിച്ചിരിക്കുന്നത്. അതായത് പെണ്ണിന് ബന്ധം വേണ്ട എന്ന് വെക്കാനുള്ള അനുവാദം. പക്കെങ്കിൽ അത് നമുക്ക് ഓളോടൊന്ന് ചോദിക്കണം. ഓള് പറയണ കാര്യങ്ങൾ നമുക്ക് ബോധ്യാവണം, എന്നാലേ നമ്മൾ അനുവദിക്കൂ. മുസ്ലിയാർ നമ്മളോടൊപ്പം വരണം. ഓള് പറയും ആചാര്യ വേണ്ടെന്ന്. എല്ലാം കേട്ടിട്ട് പടച്ചോനെ നടക്കണ കാര്യമാണെന്ന് മുഴുവനായി ബോധ്യം വന്നാൽ മാത്രം മൊയ് ചെല്ലാനുള്ള സമ്മതം കൊടുത്താൽ മതി. എന്ത് പറയണ പള്ളിക്കാരനോമാര്? ന്യായമുള്ള കാര്യങ്ങൾക്ക് ഞമ്മളൊക്കെ കൂടെ ഉണ്ടാവും. ൊന്നും പോണ്ട, ഒരു പറയണ ഇഷ്ടമല്ല ചെയ്യാണ്ടിരുന്നാ മതി. പെണ്ണിന്റെ സമ്മതമില്ലാണ്ടാണ് നിങ്ങൾ അവളെ കെട്ടിച്ചു കൊടുത്തിരിക്കുന്നതെന്നൊരു പരാതിയുണ്ട്. അതുകൊണ്ട് ഞമ്മക്കത് ഓളോടും പാടിയും ചോദിക്കണം. എന്നിട്ട് മോക്കൂടെ കഴിയാൻ കഷ്ടപ്പാടുണ്ടെന്ന് ഓള് പറയുകയാണെങ്കിൽ ഓളെ രക്ഷിക്കേണ്ടത് ഞമ്മളെ കടമയാണ്. ഇതൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞു? ഒക്കെ പച്ച കള്ളാണ്. നമ്മൾ ആദ്യമായിട്ടല്ല പെണ്ണ് കെട്ടണത്. നേരത്തെ രണ്ടെണ്ണത്തിനെ കെട്ടി ഒരു ഇഷ്ടം പോലെ നമ്മൾ സുഖം കൊടുത്തിട്ടുള്ളതാ. അതേ സുഖം തന്നെയാണ് നമ്മൾ ആമിനാക്കും കൊടുക്കുന്നത്. വാസനയുള്ള സോപ്പ് എണ്ണയും തേച്ചോള് കുളിക്കുന്നുണ്ട്, വയറു നിറച്ച് ബിരിയാണി തിന്നുന്നുണ്ട്, ആട്ടുപാല് കാച്ചി കുടിക്കുന്നുണ്ട്, പട്ടുമെത്തയിൽ ഉറങ്ങുന്നുണ്ട്. പിന്നെ എന്താണ് ഓക്കിവിടെ ഒരു സോക്കുറവ്? ഇജാബ് പറഞ്ഞ് മെഹർ കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ ആമിനാനെ കെട്ടിയത്. പക്കെങ്കിൽ ആചാര്യ നിങ്ങളെ നിക്കാഹ് കഴിക്കണേന് ഓള് കബൂല് മൂളിയിട്ടുണ്ടാ? ഇല്ല, മൂളിയിട്ടില്ല. കബൂല് മൂളാണ്ടാണ് ഓളുടെ നിക്കാഹ് നടത്തി കൊടുത്തതെന്ന് ഖത്തീബിനും പള്ളിക്കാരനോമാർക്കും ബോധിച്ചാ പിന്നെ ഈ ചേക്കട്ടിയുടെ മയ്യത്ത് വരെ പള്ളിപ്പറമ്പ് കയറ്റാൻ പാടില്ലെന്ന് പറയും നമ്മള്. ഓക്കിപ്പം ഇവിടെ വെച്ച് തന്നെ പസക്ക് നടത്തി പിരിഞ്ഞു പോകാനും നമുക്ക് സമ്മതം കൊടുക്കേണ്ടി വരും. കബൂല് മൂളിയിട്ട് തന്നെ ഈ നിക്കാഹ് നടന്നത്. മൂളി പക്കെങ്കിൽ ഓളല്ല മൂളിയത്. ഈ നിൽക്കുന്ന ഓളുടെ ബാപ്പയാണ്. ഇറങ്ങി പോടാ നമ്മളെ പോലെ. ഓൻ തന്നെയാണ് വന്നിരിക്കണേ. പക്കെങ്കിൽ ആമിനാനെ കൊണ്ടേ പോകൂ. അബ്ദു പറയണത് ഓം വിളിച്ചിടത്തോളം ഇറങ്ങി വരുന്ന. നിങ്ങൾ പറയണത് പോലെ ഓക്കി പെരയിൽ പെരുത്ത് സുഖമാണെങ്കിൽ ഓളത് ചെയ്യോ? അനക്കെന്താടാ നമ്മളെ പോലെ കാര്യം? വെറുക്കനെ പറയാണ് കള്ള പന്നിയാണ്. അല്ല, വരും. ഈ അബ്ദു വിളിച്ച ആമിന ഇറങ്ങി വരും. എവിടേക്ക് വേണമെങ്കിലും വരും. ഇതുലാമിന്റെ അറ്റം വരെ വരും. ഇല്ല,
എവിടേക്കും വരൂല, ഇറങ്ങി പോയി. ആമിന ആമിനെ പറയണ എന്റെ ഇക്കാക്കനെ കൊന്നിട്ട് മുഖം എനിക്ക് കാണണ്ട. ആമിന എന്താണ് ഈ പുലമ്പണ? എനിക്കറിയാം നിങ്ങൾക്ക് കടുത്ത വെറുപ്പായിരുന്നു ഓരോട്. പക്ഷെങ്കില് കൊന്നുകളയന്റെ പൊന്നിക്കാക്കനെ നമ്മൾ നനച്ചില്ല. ഇബിലീസ് അങ്ങള് ഇബിലീസിനെയാണ് നമ്മളെ കരളിൽ കൊണ്ട് നടന്നത്. ആമിന ഇറങ്ങടാ പുറത്ത്. നമുക്കിവിടെ സുഖാണോ എന്ന് ചോദിക്കാൻ വന്നവരൊക്കെ കേട്ടോളി. നമ്മുടെ ബാപ്പ സമുദായത്തിനും പള്ളിക്കും പടച്ചോനും എതിരായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ആമിനെ കബൂല് മൂളിയിട്ട് തന്നെയാ ബാപ്പ എനിക്ക് നടത്തിയത്. ഇവിടെ പെരുത്ത സുഖ. മോളെ എന്റെ കാലിൽ വീണിരുന്ന് ബാപ്പ ഒന്ന് കരഞ്ഞിട്ടെ. ബാപ്പാന്റെ മുസറ് കാക്കാനല്ലേ വരുത്ത് വലിയൊരു കള്ളം പറഞ്ഞത്? അല്ല ബാപ്പ, അത് കൊന്നതാ എന്റെ ഇക്കാക്കാനെ. നമ്മള് പറഞ്ഞതൊക്കെ നേരെ. കൊന്നിട്ട് ഓടിപ്പോയത്. കൊന്നതും ചത്തതൊന്നും ആരും അറിഞ്ഞിട്ടില്ലെന്ന് വന്നപ്പോ ഒന്നും അറിയാത്തവനെ പോലെ പിന്നെയും വന്നിരിക്കുക. ആരാ എന്നോട് ഇതൊക്കെ പറഞ്ഞത്? ഓര് കണ്ടു നിൽക്കായിരുന്നില്ലേ? ഓരല്ലേ ഇക്കാക്ക് മരിക്കണതിന് മുമ്പ് വെള്ളം എടുത്ത് കൊടുത്തത്. പിന്നെന്തേ ഓളന്നത് പറയാഞ്ഞേ? കൂടെ പിറപ്പല്ലേ, എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെന്ന് കരുതി പറയാണ്ടിരുന്നത്. എന്റെ നസീബ് ഇതാണെങ്കിൽ ആയിക്കോട്ടെ. മരിച്ചു മരവിച്ചു പോയി ബാപ്പാന്റെ മനസ്സ്. പക്ഷെങ്കില് ഇക്കിഞ്ഞ് ഒരിടത്തും പോണ്ട. ഇവിടെ കഴിഞ്ഞോളാം. മൊയ്തൂട്ടി ഹാജിന്റെ പോരയില് ഒരു ശവമായിട്ടെങ്കിലും കഴിഞ്ഞോളാം. വിഷമിക്കണ്ട ബാപ്പ. ഇങ്ങളേക്ക് നല്ലതേ ചെയ്തിട്ടുള്ളൂ. ഒന്നല്ലെങ്കിലും എന്റെ ഇക്കാക്കാനെ കൊന്നവന്റെ കൂടെ പൊറുക്കാൻ വിട്ടില്ലല്ലോ. പൊയ്ത്ത് ചാവും. എന്റെ ഇക്കാക്കാനെ കൊന്നു പൊയ്ത്ത് ചാവും. അബ്ദു, എത്ര നേരം മോനെ ഈ ഇരിപ്പിരിക്കുക? ഇത്തിരി വെള്ളമെങ്കിലും. വിശപ്പും ദാഹമൊന്നുമില്ല, ഒരു പെരുപ്പ് മാത്രമേ ഉള്ളൂ. ഈ കൊന്നും തിരിയണില്ലേ താത്ത? പടക്കപ്പരക്ക് തീ പിടിച്ച പോലെ എന്റെ ഉള്ളു പൊട്ട്. എന്നാലും ഓള് നമ്മുടെ മുഖത്ത് നോക്കി റബ്ബേനെ നമ്മളെങ്ങനെ ആമിനാനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ അറിഞ്ഞോണ്ട് ഒരു ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ല എന്ന്. അബ്ദു, ജബ്ഡക്ക പള്ളിപ്പറമ്പിലാ പോയ വക്കത്തോ ആരും ഇല്ലാത്ത എവിടെയെങ്കിലും പോയിരുന്നിട്ട് നിൽക്കുന്ന അവർക്ക് കരയണം. എന്നെ കാണാൻ നിന്ന ഞമ്മള് എന്തിനാ അവനോട് കള്ളം പറഞ്ഞേ? ഭയന്നിത്തിരി മാറിക്കേ, ഞമ്മള് പൊക്കോട്ടെ. എന്തിനാ കള്ളം പറഞ്ഞ് നമുക്കറിയണം. വെറുക്കനേറ്റിങ്ങനെ ബുദ്ധിയില്ലാത്ത കുടുംബം കാട്ടില്ല നമുക്കറിയാം. വേറെന്താ ഞമ്മള് ചെയ്യണ്ടേ? ചാവാൻ നിക്കണ ആമിന, കൊല്ലാൻ നിക്കണ അബ്ദു. ആമിന എന്റെ കുട്ടി തന്നെയാ. പറഞ്ഞത് നിങ്ങളുടെ പെരുത്ത് മുന്തിയ തറവാട്ടിലാവും. പക്ഷെങ്കില് ഊട്ടിയത് ഒരുക്കിയതും വളർത്തിയത് ഈ പണിക്കാരത്തി പെണ്ണിന്റെ കൈകൊണ്ടാ. കണ്ണെ പൊന്നെന്ന് വളർത്തിയ എന്റെ കുട്ടികള് ചത്തു കിടക്കണത് കാണാൻ കഴിയൂല എനിക്ക്. അതുകൊണ്ടാ ഈ ദുനിയാവിൽ ആരും മാപ്പാക്കത്ത പെരുത്ത കൊടുമ ഞമ്മള് ചെയ്തത്. ഒരാളെ വെറുക്കണം, അല്ലാണ്ട് രണ്ടാളും ഉയരോടിരിക്കും. വേറെ വഴിയൊന്നും കണ്ടില്ല ഞമ്മള്. സഹിക്കണില്ല മുതലാളി. രത്തൊന്റെ ഇരിപ്പ് കണ്ടിട്ട് ഓനെന്താവൊന്ന് അറിയില്ല. പക്ഷെങ്കില് ഒരു ജീവൻ പോയാലും
ഇന്നൊന്നെങ്കിലും ബാക്കിയുണ്ടാവുമല്ലോ. മുന്തിയ തറവാട്ടി പറഞ്ഞില്ലെങ്കിലും മുന്തിയ വർത്താനങ്ങൾ അറിയില്ലെങ്കിലും പെരുത്ത് വലിയൊരു കൽബുണ്ട് എനക്ക്. തെറ്റ് ചെയ്ത മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പടശോ എന്നെ കൂട്ടില്ല.